എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൻ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ്. നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ് പുലകേശി രണ്ടാമൻ. പുലകേശി രണ്ടാമനാണ് നർമ്മദയുടെ തീരത്ത് വെച്ച് ഹർഷനെ പരാജയപ്പെടുത്തിയ ചാലൂക്യ രാജാവ്. നാഷണൽ ഹെറാൾഡ് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? നാഷണൽ ഹെറാൾഡ് എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിച്ചത്? ലക്നൗ. ലക്നൌവിൽ നിന്നുമാണ് നാഷണൽ ഹെറാൾഡ് പ്രസിദ്ധീകരിച്ചത്. നാഗാർജുൻ സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ്? നാഗാർജുൻ സാഗർ ഡാം ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്താണ് നാഗാർജുൻ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി. പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഹമ്മിങ് പക്ഷി. ഹമ്മിങ് ബേർഡാണ് പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം പുതുച്ചേരി. പുതുച്ചേരിയാണ് 14ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശം. ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? ഫിറോസ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സത്ലജ്. സത്ലജ് നദിയുടെ തീരത്താണ് ഫിറോസ്പൂർ. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര്. ഫുട്ബോളിൻ്റെ മറ്റൊരു പേര് സോക്കർ. അസോസിയേഷൻ ഫുട്ബോൾ. സോക്കർ എന്നതാണ് ഫുട്ബോളിൻ്റെ മറ്റൊരു പേര്. ബുദ്ധൻ്റെ ഗുരുക്കൾ. ബുദ്ധൻ്റെ ഗുരുക്കൾ അലാരൻ, ഉദ്രകൻ. അലാരൻ, ഉദ്രകൻ എന്നിവരാണ് ബുദ്ധൻ്റെ ഗുരുക്കൾ. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ. ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ 11 ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ. ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? ഫ്രാൻസിലെ എത്രാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്? 5ാമത്തെ. ഫ്രാൻസിലെ 5ാമത്തെ റിപ്പബ്ലിക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഗ്രിഗർ മെൻഡലിൻ്റെ തൊഴിൽ എന്തായിരുന്നു? ഗ്രിഗർ മെൻഡലിൻ്റെ തൊഴിൽ എന്തായിരുന്നു? പുരോഹിതൻ. ഗ്രിഗർ മെൻഡൽ ഒരു പുരോഹിതനായിരുന്നു. ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചതാര്? ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് CN അണ്ണാദുരൈ. CN അണ്ണാദുരൈയാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത്. ബ്ലാക്ക് ഹോൾ എന്നാൽ? ബ്ലാക്ക് ഹോൾ എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന നക്ഷത്രം. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് ബ്ലാക്ക് ഹോൾ. 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? 1934 ഏത് സ്ഥലത്ത് വെച്ചാണ് കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്? വടകര. 1934 വടകരയിൽ വെച്ചായിരുന്നു കൗമുദി എന്ന പെൺകുട്ടി തൻ്റെ ആഭരണങ്ങൾ ഗാന്ധിജിക്ക് നൽകിയത്. 1964 സാഹിത്യ നോബൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ. 1964 സാഹിത്യ നോബൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ പോൾ സാർത്ത്. ജീൻ പോൾ സാർത്രാണ് 1964 സാഹിത്യ നോബൽ നിരാകരിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ. ഫീമറാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസ്ഥി. അന്ന കരീനീന രചിച്ചത്. അന്ന കരീനീന രചിച്ചത് ടോൾസ്റ്റോയ്. ടോൾസ്റ്റോയാണ് അന്ന കരീനീന രചിച്ചത്. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത്. അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത് ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനമാണ് അഗ്നിസാക്ഷി എന്ന നോവൽ രചിച്ചത്. മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള. മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള കാപ്പി. കാപ്പിയാണ് മഞ്ഞിനെ ശത്രുവായി കണക്കാക്കപ്പെടുന്ന കാർഷിക വിള. മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം കാനഡ. കാനഡയാണ് മഞ്ഞിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം. അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അമിലേസ് എന്ന എൻസൈം എന്തിലാണ് പ്രവർത്തിക്കുന്നത്? അന്നജം. അന്നജത്തിന്മേലാണ് അമിലേസ് എന്ന എൻസൈം പ്രവർത്തിക്കുന്നത്. അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം ഏത് അവയവത്തിനാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്? കരൾ. അമിതമായി ലഹരിപാനീയങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം കരളിലാണ് കൂടുതൽ നാശമുണ്ടാകുന്നത്. മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് ഏത് വർഷത്തിൽ? മാർത്താണ്ഡവർമ്മ അന്തരിച്ചത് AD 1758. AD 1758 മാർത്താണ്ഡവർമ്മ അന്തരിച്ചത്. അലൈ ദർവാസ പണി കഴിപ്പിച്ചത്. അലൈ ദർവാസ പണി കഴിപ്പിച്ചത് അലാവുദ്ദീൻ ഖിൽജി. അലാവുദ്ദീൻ ഖിൽജിയാണ്
അലൈ ദർവാസ പണി കഴിപ്പിച്ചത്? മത്തേരാൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മത്തേരാൻ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് മത്തേരാൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. മദ്യദുരന്തത്തിന് കാരണമാകുന്നത്. മദ്യദുരന്തത്തിന് കാരണമാകുന്നത് മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോളാണ് മദ്യദുരന്തത്തിന് കാരണമാകുന്നത്. ആധുനിക നാടകത്തിൻ്റെ പിതാവ്. ആധുനിക നാടകത്തിൻ്റെ പിതാവ് ഹെൻറിക് ജെ ഇബ്സൺ. ഹെൻറിക് ജെ ഇബ്സനാണ് ആധുനിക നാടകത്തിൻ്റെ പിതാവ്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റെനെ ദെക്കാർത്തെ. റെനെ ദെക്കാർത്തയാണ് ആധുനിക പാശ്ചാത്യ ചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. യഹൂദർ കേരളത്തിൽ വന്ന വർഷം. യഹൂദർ കേരളത്തിൽ വന്ന വർഷം AD 68. AD 68കളിലാണ് യഹൂദർ കേരളത്തിൽ വന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനം വരുന്ന തലസ്ഥാനം. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനം വരുന്ന തലസ്ഥാനം സാഗ്രബ്. സാഗ്രബാണ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അവസാനം വരുന്ന തലസ്ഥാനം. LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം. LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം മെർകാപ്റ്റൻ. മെർകാപ്റ്റനാണ് LPGയുടെ ചോർച്ച കണ്ടെത്താൻ ചേർക്കുന്ന പദാർത്ഥം. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി തിമിംഗലം. തിമിംഗലമാണ് ഏറ്റവും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ കഴിയുന്ന ജീവി. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം. ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം ജിറാഫ്. ജിറാഫാണ് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മൃഗം. ഏറ്റവും ഉയരം കൂടിയ സസ്തനി. ഏറ്റവും ഉയരം കൂടിയ സസ്തനി ജിറാഫാണ്. ജിറാഫാണ് ഏറ്റവും ഉയരം കൂടിയ സസ്തനി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി കഴുകൻ. കഴുകനാണ് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി. ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി? ഏത് നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി? കാവേരി. കാവേരി നദിയുടെ തീരത്താണ് തിരുച്ചിറപ്പള്ളി. ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജഗുകളായി ഉപയോഗിക്കുന്നത്? ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജഗുകളായി ഉപയോഗിക്കുന്നത്? ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജഗുകളായി ഉപയോഗിക്കുന്നത്. ഏത് രാജ്യമാണ് ലെസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യമാണ് ലെസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് ലെസോത്തയെ പൂർണ്ണമായും ചുറ്റി സ്ഥിതി ചെയ്യുന്നത്. ഏത് രംഗത്തിലാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്? ഏത് രംഗത്തിലാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്? പൊതുനേതൃത്വം. പൊതുനേതൃത്വ രംഗത്തിലാണ് ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് ഏർപ്പെടുത്തിയത്. ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്? ഏത് ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ടിപ്പുവിൽ നിന്ന് മലബാർ ലഭിച്ചത്. ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? ഏതു വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911. 1911 കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഏതു വർഷം ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടെത്തിയത്? ഏതു വർഷം ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടെത്തിയത്? 1928. 1928 ഫെബ്രുവരി 28 രാമൻ ഇഫക്റ്റ് CV രാമൻ കണ്ടെത്തിയത്. ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? വൈദ്യശാസ്ത്രം. വൈദ്യശാസ്ത്രത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത്? ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ബി, തയമിൻ. വിറ്റാമിൻ ബിയുടെ അഭാവത്തിലാണ് ബെറിബറി എന്ന രോഗം ഉണ്ടാകുന്നത്. ഏത് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാരകല? ഏത് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാരകല? ഇന്തോ ഗ്രീക്കുകാർ. ഇന്തോ ഗ്രീക്ക് വംശക്കാരുടെ സംഭാവനയാണ് ഗാന്ധാരകല.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം ലാഹോർ. ലാഹോറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം ബൊളീവിയ. ബൊളീവിയയാണ് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമുള്ള രാജ്യം, ബൊളീവിയ. ഏത് രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് CF ആൻഡ്രൂസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത്? ഏത് രാജ്യത്തെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് CF ആൻഡ്രൂസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത്? ഫിജിയിലെ ഇന്ത്യൻ വംശജരുടെ പ്രശ്നങ്ങളുമായി സഹകരിച്ചതിനാലാണ് CF ആൻഡ്രൂസിന് ദീനബന്ധു എന്ന പേര് ലഭിച്ചത്. ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ് മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സ് ആണ് ഏറ്റവും ഉയരത്തിൽ വെച്ച് നടന്ന ഒളിമ്പിക്സ്. ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? ഏത് രാജ്യത്തെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി? ലിബിയയിലെ സ്വേച്ഛാധിപതിയായിരുന്നു ഗദ്ദാഫി. ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിലാണ് ഇന്ത്യക്ക് വെളിയിൽ ആദ്യമായി ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഭരണഘടനാ ഷെഡ്യൂളുകളുടെ എണ്ണം 8. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഷെഡ്യൂളുകൾ 8 എണ്ണമായിരുന്നു. ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ എവിടെയാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? പുതുച്ചേരിയിലാണ് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. യൂറോപ്പിൽ എവിടെയാണ് ഹൈഡ് പാർക്ക്? ലണ്ടനിലാണ് ഹൈഡ് പാർക്ക്. യൂറോപ്പിൻ്റെ പണിപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം ബെൽജിയമാണ് യൂറോപ്പിൻ്റെ പണിപ്പുര എന്നറിയപ്പെടുന്ന രാജ്യം. യൂറോപ്പിൻ്റെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്ന രാജ്യം ഡെൻമാർക്കാണ് യൂറോപ്പിൻ്റെ മദർ ഇൻ ലോ എന്നറിയപ്പെടുന്ന രാജ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത. KR ഗൗരിയമ്മയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായ വനിത. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി KM മാണിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വ്യക്തി. പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി വള്ളത്തോൾ നാരായണ മേനോനാണ് പത്മഭൂഷൺ നേടിയ ആദ്യ മലയാളി. ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് പെലെയാണ് ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത്. ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗളയാണ് ബഹിരാകാശ യാത്രികയായ ആദ്യ ഇന്ത്യൻ വംശജ. പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തയായ ഭാരതരത്നം ജേതാവ് ലതാ മങ്കേഷ്കറാണ് പിന്നണി ഗായിക എന്ന നിലയിൽ പ്രശസ്തയായ ഭാരതരത്നം ജേതാവ്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.